പ്രിയപ്പെട്ട സംരംഭകരെ, ഏവർക്കും സൺഡേ വൈബ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു ബിസിനസ് ആരംഭിക്കാനോ നിലവിലുള്ള ബിസിനസ് വളർത്താനോ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൊന്നാണ് ഫണ്ട്. മികച്ച ആശയമുണ്ടായാലും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടായാലും ആവശ്യമായ സമയത്ത് ശരിയായ ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ പല ബിസിനസ്സുകളും വഴിമുട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രസക്തമാണ്. ബിസിനസ്സുകാർ ഫണ്ട് കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യമായി പറയേണ്ടത്, നമ്മുടെ ഫണ്ടിൻ്റെ ആവശ്യകത വ്യക്തമായി മനസ്സിലാക്കണം. എത്ര രൂപയാണ് ആവശ്യമായത്, ആ ഫണ്ട് എവിടെയെല്ലാം ചെലവഴിക്കാനാണ് പോകുന്നത്, എത്ര കാലത്തിനുള്ളിൽ അതിൻ്റെ ഫലം ലഭിക്കും, ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ലാതെ ഫണ്ട് തേടാൻ പോകരുത്. പല ബിസിനസ്സുകാരും കൂടുതൽ ഫണ്ട് കിട്ടിയാൽ നല്ലതാണ് എന്ന ചിന്തയിൽ അമിതമായി കടം വാങ്ങി പിന്നീട് ബുദ്ധിമുട്ടിലാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമതായി, ശരിയായ ഫണ്ടിംഗ് സോഴ്സ് തിരഞ്ഞെടുക്കണം. ബാങ്ക് ലോൺ, സ്വകാര്യ നിക്ഷേപകർ, സർക്കാർ പദ്ധതികൾ, മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ സ്വന്തം സമ്പാദ്യം. ഓരോ ഫണ്ടിംഗ് മാർഗത്തിനും അതിൻ്റെ ഗുണങ്ങളും അപകട സാധ്യതകളുമുണ്ട്. ഉദാഹരണത്തിന്, ബാങ്ക് ലോണിന് കുറഞ്ഞ പലിശ ഉണ്ടാക്കാം, പക്ഷേ തിരിച്ചടവ് കർശനമായിരിക്കും. നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങുമ്പോൾ ബിസിനസ്സിലെ പങ്കാളിത്തം നൽകേണ്ടി വരും. അതിനാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും അനുയോജ്യമായ മാർഗം തിരഞ്ഞെടുക്കണം. മൂന്നാമതായി, വ്യക്തമായ ബിസിനസ് പ്ലാൻ തയ്യാറാക്കി വെക്കണം. ഫണ്ട് നൽകുന്നവർക്കെല്ലാം ഒരു കാര്യമാണ് അറിയേണ്ടത്: ഈ ബിസിനസ് വിജയിക്കുമോ? അതിന് മറുപടി നൽകുന്നത് ഒരു ശക്തമായ ബിസിനസ് പ്ലാനിലൂടെയാണ്. നമ്മുടെ ഉൽപ്പന്നമോ സേവനമോ എന്താണ്, മാർക്കറ്റ്, മത്സരാർത്ഥികൾ ആരൊക്കെയാണ്, ലാഭം എങ്ങനെ ഉണ്ടാകും, ഇവയെല്ലാം വ്യക്തമായി വിശദീകരിക്കണം. ഒരു നല്ല ബിസിനസ് പ്ലാൻ ഫണ്ട് നേടാനുള്ള വാതിൽ തുറക്കുന്ന ചാവിയാണ്. നാലാമതായി, തിരിച്ചടവ് ശേഷി സത്യസന്ധമായി വിലയിരുത്തണം. കിട്ടുന്ന പണം തിരിച്ചു നൽകാൻ കഴിയുമോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ലാഭം തുടങ്ങുന്നതിന് മുമ്പേ വലിയ തിരിച്ചടവ് ബാധ്യത ഏറ്റെടുക്കുന്നത് ബിസിനസ്സിനെ തകർക്കാം. അതിനാൽ വരുമാനവും ചെലവും കണക്കാക്കി യാഥാർത്ഥ്യ ബോധത്തോടെ തീരുമാനമെടുക്കണം. അഞ്ചാമതായി, നിയമപരവും രേഖാപരവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഫണ്ട് എവിടെ നിന്നാണ് വന്നത്, കരാർ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, പലിശ നിരക്ക് എത്രയാണ്, മറഞ്ഞിരിക്കുന്ന ചാർജുകളുണ്ടോ, ഇവയെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഒപ്പിടാവൂ. പിന്നീട് നോക്കാം എന്ന സമീപനം പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. ആറാമതായി, ഫണ്ട് ലഭിച്ച ശേഷം അതിൻ്റെ ഉപയോഗത്തിൽ ശാസ്ത്രീയത വേണം. ലഭിച്ച പണം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ അനാവശ്യ ചെലവുകൾക്കോ ഉപയോഗിക്കുന്നത് ബിസിനസ്സിൻ്റെ ആത്മഹത്യയാണ്. ഓരോ രൂപയും ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കായി മാത്രം ഉപയോഗിക്കണം. ഫണ്ടിൻ്റെ ശരിയായ വിനിയോഗം തന്നെയാണ് ഭാവിയിൽ കൂടുതൽ നിക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. അവസാനമായി, പ്രിയപ്പെട്ട ബിസിനസ്സുകാരെ, ഫണ്ട് ഒരു സഹായമാണ്, പരിഹാരമല്ല എന്ന് നാം ഓർക്കണം. ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങൾ, കഠിനാധ്വാനം, സത്യസന്ധത, സ്ഥിരത ഇവയൊക്കെയാണ് ബിസിനസ്സിനെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഫണ്ട് ആ യാത്രയെ വേഗത്തിലാക്കുന്നൊരു ഉപാധി മാത്രമാണ്. നിങ്ങളുടെ എല്ലാ സംരംഭങ്ങൾക്കും മികച്ച ഫണ്ടിംഗ് ലഭിക്കട്ടെ എന്നും ബിസിനസ്സുകൾ വിജയകരമായി വളരട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി.